السلام عليكم ورحمة الله وبركاته. الحمد لله الملك القدوس السلام الرحيم الرحمن العلام الذي أنزل علينا خير الكلام وجعل تلاوته مطهرة للقلب من الأدران والآثام وأنعم علينا بالإسلام وأكمل لنا الدين وأتم علينا الإنعام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹസമ്പന്നരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കുടുംബസമേതം ഒരുമിച്ച് ഇരുന്ന് അവന്റെ ദീനിനെ കുറിച്ച് കേൾക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹത്തായ സൗഭാഗ്യം ലഭിച്ച ഒരു സദസ്സിലാണ് നാം സംഘടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ കുടുംബത്തോടൊപ്പം അവന്റെ സുഖാസ്വാദനങ്ങളുടെ ഗേഹമായ സ്വർഗലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത്രയും പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ ലക്ഷ്യം ഇതിലൂടെ പൂർത്തീകരിക്കുവാനും നിരവധി ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനും ഈ പ്രോഗ്രാം നിമിത്തമാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വലിയ ഒരു സദസ്സായതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ നടക്കുന്ന സംസാരങ്ങളൊക്കെയും വളരെ ശ്രദ്ധയോടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് വളരെ സ്വസ്ഥമായി ശ്രദ്ധിച്ചുകൊണ്ട് സംസാരങ്ങൾ കേൾക്കണേ എന്ന് ആമുഖമായി സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും കൈകാര്യം ചെയ്ത് അവിടങ്ങളിലെല്ലാം മനുഷ്യർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും കൃത്യമായി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിനെ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അവിടങ്ങളിലെല്ലാം സുഖകരമായ സന്തോഷകരമായ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു മതം നമുക്ക് കാണുക സാധ്യമല്ല.
പലരും ധരിച്ചതുപോലെ ഇസ്ലാം എന്ന് പറയുന്നത് ആരാധനകളുടെ ചങ്ങലകളിൽ മനുഷ്യരെ ബന്ധിപ്പിച്ച് നിരവധി ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുന്ന, അങ്ങനെ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു മതമൊന്നുമല്ല. മറിച്ച് ഒരു ഭാഗത്ത് പരലോകത്തിന് ആവശ്യമായ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഐഹിക ജീവിതത്തിലും തനിക്ക് സന്തോഷകരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. അല്ലാഹു പറയുകയാണ്, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇ. പ്രവാചകനോട് പറയുകയാണ്, ഈ വേദഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ചു തന്നത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. മാത്രമല്ല വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് കാരുണ്യവും സന്മാർഗവും സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ എല്ലാ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് ബയ്യന്ന ലനാ ഫീ ഹാദൽ ഖുർആനി കുല്ല ഇൽം വകുല്ല ഷൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ എല്ലാ അറിവുകളും അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും മറ്റു എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ചിലത് സൂചനകൾ നൽകിയിട്ടുണ്ട്, അതിന്റെ വിശദാംശമായി ഹദീസുകളിലൂടെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവൻക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവന്റെ ദീനിൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള, അവൻ നേരിടുന്ന മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള കൃത്യമായ പരിഹാര മാർഗമുണ്ട് എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി അവൻക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നർത്ഥം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ഇപ്പറഞ്ഞതുപോലെ നമുക്കാവശ്യമായ, മനുഷ്യർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ച, ഏത് പ്രശ്നമാണെങ്കിലും അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങൾ നിശ്ചയിച്ചു നൽകിയ ഇസ്ലാം എന്ന മതത്തിന്റെ അനുയായികളായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വലിയ ഒരു വിഭാഗം ആളുകൾ പരിഹാരം ഇല്ലാതെ, പരിഹാരം ലഭിക്കാതെ, എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല എന്ന് ധരിച്ചുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾക്കിടയിലൂടെ വളരെ പ്രയാസകരമായി ജീവിതത്തെ തള്ളി നീക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നാണ് അവർ കരുതുന്നത്. ആ എല്ലാ പ്രശ്നങ്ങളുടെ പട്ടികയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കുടുംബ പ്രശ്നം എന്നത്. ഇന്ന് കൗൺസിൽ സെന്ററുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന കേസുകൾ ഏതാണ്? കുടുംബ പ്രശ്നങ്ങളെ കുറിച്ചാണ്. പല പ്രോഗ്രാമുകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രോഗ്രാമുകളുടെയൊക്കെ വിഷയം എന്താണ്? അജണ്ട എന്താണ്? കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന പേരിലാണ് പല പ്രോഗ്രാമുകളും പല TV ഷോകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം പരിപാടികളിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളും മറ്റൊരു ഭാഗത്തുണ്ട്. ഏതായിരുന്നാലും ഇന്ന് നമ്മളൊക്കെയും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനുക്ക് കുടുംബത്തിൽ നല്ല സമാധാനത്തോടു കൂടി കുടുംബത്തോടൊപ്പം കഴിയാൻ സാധിക്കുന്നില്ല എങ്കിൽ
കുടുംബപരമായ പ്രശ്നം നേരിടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോകും. ആത്മാർത്ഥമായി തൻ്റെ കൂടെയുള്ളവരോടൊന്ന് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കാത്ത വല്ലാത്ത ഒരു ഞെരുക്കം അവന്റെ മനസ്സിന് അനുഭവപ്പെടുമെന്നുള്ളതാണ് കുടുംബ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ. എന്നതുകൊണ്ട് തന്നെയാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ട് എത്ര ദൂരെ സഞ്ചരിക്കുവാനും അങ്ങനെയുള്ള ഭൗതികപരമായ മറ്റു പല കൗൺസിലുകളും മറ്റു പല ചികിത്സകളും സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. ഒരു പനി പിടിച്ച് ഡോക്ടറെ സമീപിക്കുന്ന ഒരു പേഷ്യന്റിനോട് പോലും ഡോക്ടർ ചോദിക്കുന്നത് ടെൻഷൻ ഉണ്ടോ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ രോഗങ്ങൾ വരെ കടന്നു വരുന്നത് കുടുംബത്തിൽ പ്രശ്നമുണ്ടായി ടെൻഷൻ അധികരിച്ച് അതിലൂടെയാണ് എന്നുള്ളതാണ്. കുടുംബപരമായ പ്രശ്നം, കുടുംബ വിഷയം എന്നുള്ളത് വളരെ വിശാലമായ നിരവധി മേഖലകളുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ച് സംസാരിക്കുവാനോ അതിലേക്ക് കടക്കാനോ എനിക്ക് സമയമില്ല. എനിക്ക് ശേഷമുള്ള സംസാരത്തിൽ കൂടുതലായി അതിൻ്റെ മറ്റു വശങ്ങൾ കടന്നു വന്നേക്കാം. ഈ ഒരു ചുരുങ്ങിയ സമയത്തുള്ള സംസാരത്തിൽ ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത് കുടുംബപരമായ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, പരിഹാരം കിട്ടണമെന്ന് ഏതൊരു പുരുഷനും സ്ത്രീയും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, ഇസ്ലാം മീസാഖൻ ഗലീള, വളരെ കെട്ടുറപ്പുള്ള സുദൃഢമായ ഭാരമുള്ള കനമുള്ള കരാർ എന്ന് വിശേഷിപ്പിച്ച ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവും തമ്മിലുള്ള ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം മനോഹരമായ ഒരു മനുഷ്യന്റെ ഐഹിക ജീവിതത്തിൽ ഏറ്റവും സുഖകരമായ അനുഭവങ്ങൾ ലഭിക്കുന്ന ജീവിതമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്കറിയാം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹു പറഞ്ഞത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു എന്നുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആന്റെ പ്രയോഗം വളരെ പ്രസക്തമാണ്. മലയാളത്തിൽ ഭർത്താവ് എന്നാണ് പറയാ, ഭാര്യ എന്നാണ് പറയാ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് അതിന്റെ വാക്കർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം അസ്വാജ എന്നാണ്, ഇണകൾ എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും രണ്ടാളും ഇണകളാണ് എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എത്രത്തോളം ഈ ബന്ധത്തിന് ഇസ്ലാം വില കൽപ്പിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം കൂടിയാണ്. മാത്രമല്ല തുടർന്ന് പറഞ്ഞത് ലിതസ്കുനു ഇലൈഹാ എന്നാണ്, അവളിലേക്ക് സമാധാനമടയാൻ വേണ്ടി. അതിനാണ് ഈ ഒരു ഇണകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സമാധാനം ഏറ്റവും അധികം ലഭിക്കേണ്ടുന്ന ഒരു ഇടമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമെന്നാണ് അവസാനം ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നുള്ളതാണ്. ഇത്രയും മനോഹരമായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന കേന്ദ്രങ്ങളാണ്, അത്തരം ചർച്ചകളാണ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അത്രയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.
വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഭാര്യക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവിന്റെ സ്വഭാവം പിടിക്കുന്നില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമാണ്. വിവാഹത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ നിന്നെയും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകണോ അതല്ലോ ഡൈവേഴ്സ് ചെയ്യണോ എന്ന ചർച്ചയാണ് പല ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുന്നത് എന്നുള്ളത് എത്രത്തോളം ഈ ബന്ധം ആ രൂപത്തിലേക്ക് മാറിപ്പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ കാരണം എന്താണ്? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സാധാരണ പറയുന്നത് പോലെ ഏതൊരു പ്രശ്നത്തിന്റെയും കാരണം മനസ്സിലായാൽ തന്നെ അതിന്റെ പരിഹാരത്തിന്റെ പകുതിയായി എന്നാണ് പറയുന്നത്. കാരണം കണ്ടെത്താൻ കഴിഞ്ഞ് അതിനെ ചികിത്സിക്കുക എന്നതാണ് പരിഹാരത്തിന്റെ ഒരു മാർഗമെന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിലൂടെ ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അനുഭവമാണ്, പുതിയൊരു ജീവിതമാണ് ഇനി എനിക്ക് കടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ തിരിച്ചറിയുന്നു എന്നതിന് അപ്പുറം ഈ ദാമ്പത്യ ജീവിതത്തിലൂടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് ഭാര്യ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് നാളെ പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. എനിക്കൊരുപാട് ഭർത്താവിന്റെ വിഷയത്തിൽ ഉത്തരവാദിത്വങ്ങളുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എന്നൊരു ഭാര്യ തിരിച്ചറിഞ്ഞുകൊണ്ടല്ല വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണം, എന്റെ കടമ എന്താണ്, ഭാര്യക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ എന്താണ്, ആ മേഖലയിൽ എന്റെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാതെയാണ് ബഹുഭൂരിഭാഗം ദമ്പതിമാരും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം, അല്ലേ? എത്ര ആളുകളാണ് തന്റെ ഉത്തരവാദിത്വം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ചോദിക്കട്ടെ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ കൃത്യമായി അത് നിറവേറ്റാൻ പറ്റ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു അറബി കോളേജിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ താൻ പഠിപ്പിക്കാൻ വരുന്ന വിഷയം എന്താണ്, അതിൽ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് ഇതെനിക്ക് എടുക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമല്ലേ ഒരു അധ്യാപകൻ ആ വിഷയം ഏറ്റെടുക്കുക. അല്ലാതെ നേരെ വന്നിട്ട് ക്ലാസ് എടുക്കാൻ ബുദ്ധിയുള്ള ഒരു അധ്യാപകനും തുനിയുകയില്ല. പള്ളിയുടെ സെക്രട്ടറിയായി നിയമിക്കപ്പെടുന്ന ഒരു സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രസിഡന്റായി, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് നിയമിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ മനുഷ്യൻ അറിയും എന്റെ ഉത്തരവാദിത്വം എന്താണ്. ഒരു സെക്രട്ടറി എന്ന് പറയുമ്പോൾ തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ മനസ്സിലാക്കും, ചോദിച്ചറിയും, ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെയാവണം, എന്റെ ഉത്തരവാദിത്വം എന്താണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടങ്ങളിലൊക്കെയാണ് ഞാൻ ഇടപെടേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കൃത്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ മറ്റുള്ള പല വിഷയങ്ങളിലും ഈ രൂപത്തിൽ ശ്രദ്ധിക്കുന്ന നമ്മൾ വൈവാഹിക ജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഭാര്യ മനസ്സിലാക്കുന്നില്ല, എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രശ്നങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി എന്നാണ്. നിങ്ങൾ ഓരോരുത്തരും ഭരിക്കുന്നവരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്, നിങ്ങളുടെ കീഴിൽ കഴിയുന്നവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്.
എന്നിട്ട് ചില ഭാഗങ്ങൾ മാത്രം പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. വൽ അമീറു റായിൻ, ഒരു അമീർ അവൻ ഭരണാധികാരിയാണ്, ഭരിക്കുന്നവനാണ്. വറജുലു റായിൻ അലാ അഹ്ലി ബൈതിഹി, ഒരു പുരുഷൻ തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അവൻ ഭരിക്കുന്നവനാണ്, ഉത്തരവാദിത്വമുള്ളവനാണ്. എന്നിട്ട് പറഞ്ഞു വൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭരിക്കുന്നവളാണ്, ഉത്തരവാദിത്വമുള്ളവളാണ്. തന്റെ ഭർത്താവിന്റെ കാര്യത്തിലും കുട്ടിയുടെ കാര്യത്തിലും ഉത്തരവാദിത്വമുള്ളവളാണ്, ചോദ്യം ചെയ്യപ്പെടുന്നവളാണ് എന്ന് പ്രത്യേകം ഭർത്താവിനോടും ഭാര്യയോടും അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും അവസാനം വീണ്ടും പറഞ്ഞു കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്, ഭരിക്കുന്നവരാണ്. നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഒരു ഭാര്യയോട് അള്ളാഹു ചോദിക്കും, നിന്റെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം നീ നിറവേറ്റിയിട്ടുണ്ടോ? ഭർത്താവിനോട് ചോദിക്കും, ഭാര്യക്ക് നൽകേണ്ടുന്ന അവകാശം നീ നൽകിയിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള തന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെയാണ് ഇന്ന് ബഹുഭൂരിഭാഗം ദമ്പതികളും വൈവാഹിക ജീവിതത്തിലേക്ക്, കേവലം എല്ലാവരും വിവാഹം കഴിച്ചു പോകുന്നു, ഒരു പ്രായമാകുമ്പോഴേക്കും എല്ലാവരും വിവാഹം കഴിക്കുന്നു, ഞാനും കല്യാണം കഴിക്കുന്നു എന്ന ഒരു ചിന്തയല്ലാതെ അതിനപ്പുറം ഇത്രയും മഹത്തരമേറിയ, ഒന്ന് ശ്രദ്ധിച്ചാൽ സ്വർഗം ലഭിക്കുന്ന, ഒന്ന് തെറ്റിപ്പോയാൽ, ശ്രദ്ധിക്കാതെ പോയാൽ ഒരു പക്ഷേ നരകം വരെ ലഭിക്കുന്ന അത്രയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ഈ ജീവിതം എന്ന തിരിച്ചറിവ് ഇല്ലായ്മയാണ് ഈ ദാമ്പത്യ ജീവിതം തകരാറാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതിൽ സ്ത്രീകൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ചാൽ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, തീർച്ചയായും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളിൽ ഇടപെടേണ്ട ആരോപത്തിലുള്ള സാഹചര്യം ഒക്കെ കടന്നു വരുന്നത് പുരുഷനാണ്. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു അർരിജാലു ഖവ്വാമൂന അലൽ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ ആധിപത്യമുണ്ട്, സ്ത്രീകളെക്കാൾ സ്ഥാനമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മനസ്സിലാക്കേണ്ടത്, എന്റെ മുമ്പിലുള്ള എനിക്ക് ലഭിച്ച ഈ ഭർത്താവാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടവൻ എന്ന ഒരു തിരിച്ചറിവ് ഒരു ഭാര്യക്കുണ്ടാകണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഭാര്യമാരോട് പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില നേതാക്കന്മാരായ ആളുകൾക്ക് തന്റെ അണികൾ സുജൂദ് ചെയ്യുന്ന ഒരു രംഗം കണ്ട് തെറ്റിദ്ധരിച്ച് പ്രവാചകനോടുള്ള ആദരവ് കാരണം പ്രവാചകന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അലൂ, നിങ്ങളത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു പാഠം ഭാര്യമാർ ഓരോരുത്തരും ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, സുജൂദ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിനോട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളോട് ഭർത്താവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുജൂദ് ചെയ്യാൻ, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, പഠിപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പഠിപ്പിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിന്, അത് എത്ര വലിയ മഹാനാണെങ്കിലും സുജൂദ് ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സുജൂദ് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ അത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ഒരു പക്ഷെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഭാര്യയോട് തന്റെ മുമ്പിൽ കിട്ടിയ ഏറ്റവും വലിയ നിധിയായ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പഠിപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് എന്തിനാണ്? ഭാര്യക്ക് ഭർത്താവിന്റെ സ്ഥാനം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നതാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി,
മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. സ്ത്രീകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ക റബ്ബിഹാ ഹത്താ തുഅദ്ദിയ ഹഖ്ക സൗജിഹാ. ഒരു സ്ത്രീ ഭർത്താവിന്റെ ബാധ്യതകൾ നിറവേറ്റാത്ത കാലത്തോളം നിറവേറ്റിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുകയില്ല എന്നാണ്. അള്ളാഹുവിനോടുള്ള ഒരു സ്ത്രീയുടെ ബാധ്യത പൂർത്തിയാകുന്നത് ഭർത്താവിനോടുള്ള തന്റെ ബാധ്യത പൂർത്തിയാകുമ്പോഴാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് സ്വർഗപ്രവേശം സാധ്യമാവാൻ, എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോവാൻ, പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സ്വർഗത്തിന്റെ കവാടങ്ങളാണ്, 2 കവാടങ്ങളാണ് അവന്റെ ഉമ്മയും ഉപ്പയും. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ലഭിക്കുന്ന സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന ഏറ്റവും നല്ല എളുപ്പവഴിയാണ് ഉമ്മയും ഉപ്പയും, മാതാപിതാക്കൾ എന്നത്. അവർക്ക് നന്മകൾ ചെയ്യുന്നതിലൂടെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാമെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പോകാൻ അവളുടെ മുമ്പിൽ വന്നു കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്, കവാടമാണ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഭർത്താവ് എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല പെണ്ണിന്റെ, സ്വാലിഹത്തായ പെണ്ണിന്റെ 2 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ. സ്വാലിഹത്തായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അവരുടെ ഗുണം എന്താണ്? ഖാനിതാത്തുൻ, അനുസരണാശീലമുള്ളവരാണ്, അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ് എന്നാണ്. രണ്ടാമതായി പറഞ്ഞു, ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സംരക്ഷിച്ചത് പ്രകാരം ഭർത്താവിന്റെ അഭാവത്തിൽ അവൾ സംരക്ഷിക്കേണ്ട കാര്യം സംരക്ഷിക്കുന്നവളാണ്. അഥവാ മുതിഅത്തുൽ ലി അസ്വാജിഹിന്ന, ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന സ്ത്രീകളാണ് എന്നാണ് രണ്ടാമത്തെ വിശേഷണമായി പറഞ്ഞത്. ഈ ആയത്തിന്റെ വിശദാംശം എന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒന്നുകൂടി കൃത്യമായി പഠിപ്പിച്ചു. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നു, വസാമത്ത് ശഹ്റഹ, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു, വഹഫിലത് ഫർജഹ, അവൾ അവളുടെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നു, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുന്നുവെങ്കിൽ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി, നീ ആഗ്രഹിക്കുന്ന ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ഒരു ഭാര്യയോട്, ഒരു പെണ്ണിനോട് പരലോകത്ത് പറയുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നമുക്കറിയാം. അയ്യുൻ നിസാഇ ഖൈർ, ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നളറ, മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന് സന്തോഷമുണ്ടാക്കുന്നവളാണ് എന്നാണ് ഒന്നാമതായി പറഞ്ഞത്. പ്രിയപ്പെട്ട സ്ത്രീകളെ ചോദിക്കട്ടെ, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയും പവിത്രമായ സ്ഥാനമുള്ള ബന്ധമായി പഠിപ്പിച്ച ഈ ഭർത്താവിനെ നിങ്ങൾ നോക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ? നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകുന്ന നോട്ടമാണോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. പല ഭർത്താക്കന്മാരുടെ പ്രശ്നം അത് രൂക്ഷമായി മാറുന്നത്, മനസ്സിലുള്ള അല്പം സന്തോഷം പോലും മാറിപ്പോകുന്നത് സ്ത്രീകളുടെ നോട്ടമായി മാറുന്ന അത്രയും ദയനീയമായ അവസ്ഥയാണ് ദാമ്പത്യ ജീവിതത്തിൽ കണ്ടുവരുന്നത്. വളരെ സമാധാനത്തോടു കൂടി നിൽക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭാര്യയുടെ സംസാരമാണ്, ഒരു നോട്ടമാണ് പലപ്പോഴും വലിയ ഒരു പ്രയാസമായി മാറുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുതിഉഹു ഇദാ അമറ, ഒരു കാര്യം കൽപ്പിച്ചാൽ കൃത്യമായി അതനുസരിക്കും. എനിക്ക് കഴിയില്ല എന്ന് പറയില്ല എന്നാണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹി ബിമാ യക്റഹു, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഭർത്താവിന്റെ സമ്പത്തിനെ ചെലവഴിക്കുകയില്ല, ഭർത്താവിനെ ധിക്കരിക്കുകയില്ല. വളരെ നല്ല രീതിയിൽ ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് സമുദായത്തിൽ കണ്ടുവരുന്ന ഏറ്റവും സങ്കടകരമായ കാഴ്ച എന്താണ്? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഇത്രയും വലിയ സ്ഥാനം നൽകിയ സ്വർഗത്തിന്റെ കവാടമായി തന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ഭർത്താവിനോട് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയില്ല.
ഉസ്താദുമാരോടും നാട്ടുകാരോടും കൂട്ടുകാരികളോടും എല്ലാം നല്ല സൗമ്യമായി പെരുമാറും, കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കും. എന്നാൽ തന്റെ ഭർത്താവിനോട് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ കഴിയാത്ത എത്ര ഭാര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഭർത്താവല്ലാത്ത മറ്റുള്ള നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പെല്ലാം അണിഞ്ഞൊരുങ്ങും. തനിക്ക് ലഭിച്ച ആഭരണങ്ങളെല്ലാം, സ്വർണമാലകളെല്ലാം ഭർത്താവല്ലാത്ത അന്യന്റെ മുമ്പിൽ കൊണ്ടുപോയി ആ അന്യന്റെ മുമ്പിൽ തന്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്ന അത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഭാര്യമാരായിട്ടാണ് പല ഭാര്യമാരും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും സ്ഥാനം ഭർത്താവിനുണ്ടെന്ന് കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യക്ക് എങ്ങനെ തന്റെ ഇത്രയും രഹസ്യമാക്കി വെക്കേണ്ടുന്ന ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ടുന്ന ഈ സൗന്ദര്യത്തെ അന്യന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല എന്നാണ്. എന്റെ സൗന്ദര്യം എന്റെ പ്രിയപ്പെട്ട, എന്റെ സ്വർഗത്തിന്റെ അവകാശിയായി കാരണമായി മാറുന്ന എന്റെ ഭർത്താവ് മാത്രം അനുഭവിച്ചാൽ മതി എന്ന ഉറച്ച തീരുമാനം, ഈ തിരിച്ചറിവുള്ള ബോധമുള്ള ഒരു സ്ത്രീക്കുണ്ടാവും എന്നുള്ളതാണ്. ആ ബോധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഭർത്താവിന് മാത്രം കാണിക്കാതെ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ തന്റെ സൗന്ദര്യത്തെയും തന്റെ അത്രയും മനോഹരമായ സൗമ്യമായ സംസാരത്തെയും സ്വഭാവത്തെയും സമർപ്പിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്കൊരിക്കലും ഭർത്താക്കന്മാർക്ക് ഞങ്ങളെക്കാളും വലിയ സ്ഥാനമാണ്, ഞങ്ങൾക്കൊന്നുമില്ലേ ഉത്തരവാദിത്വം, ഞങ്ങളുടെ വിഷയത്തിൽ ഭർത്താവിനൊന്നും ബാധ്യതകളില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അത്രയും കൃത്യമായി ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നേരത്തെ ഭാര്യമാരോട് പറഞ്ഞതുപോലെ, സ്ത്രീകളോട് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കൊത്തിവെക്കേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ. ഈമാൻ ഏറ്റവും പരിപൂർണമായ വിശ്വാസിയാരാ? രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഫർദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, എല്ലാ ദഅവാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന അങ്ങനെയുള്ള ആളുകളല്ല ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വിശ്വാസി എന്നാണ് അവിടെ പറഞ്ഞത്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി എന്നാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഏറ്റവും നല്ല പുരുഷൻ ആരാണ്? തന്റെ കുടുംബത്തോട്, തന്റെ ഭാര്യയോട്, തന്റെ ഇണകളോട് ഏറ്റവും മാന്യമായി നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കുടുംബത്തോട്, തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ശേഷം പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, വഅന ഖൈറുക്കും ലിഅഹ്ലി. പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന ഭർത്താക്കന്മാർ ഓരോരുത്തരും ചിന്തിക്കേണ്ട വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? വഅന ഖൈറുക്കും ലിഅഹ്ലി. ഞാൻ എന്റെ കുടുംബത്തോട്, എന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. നമ്മുടെ ഭാര്യമാരോട് നമ്മളെ കുറിച്ച് ആത്മാർത്ഥമായ അഭിപ്രായം ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഭാര്യമാർ പറയാ? എനിക്ക് ഏറ്റവും നല്ലവൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണെന്ന് നമ്മുടെ ഭാര്യമാർ പറയോ നമ്മളെ കുറിച്ച്? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. വെറുതെ ഇരിക്കുമ്പോ ഭാര്യയോട് ചോദിക്കുക, ഞാൻ നല്ലവനാണോ എന്ന്. ചിലപ്പോ നമ്മളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോ പറയും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് ഈ പറയുന്ന ഏറ്റവും നല്ലവൻ എന്റെ ഭർത്താവാണെന്ന ഒരു ഇടമില്ല എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരികളാണ്, നമ്മൾ നല്ലവരല്ല എന്നാണ്. ചിലപ്പോൾ നമ്മൾ പള്ളിയിലെ സെക്രട്ടറി ആയിരിക്കാം, പ്രസിഡന്റ് ആയിരിക്കാം, ദാവാ പ്രവർത്തനത്തിന് ഒന്നാമതായി നേതൃത്വം കൊടുക്കുന്ന ആളായിരിക്കാം, എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന കക്ഷിയായിരിക്കാം. പക്ഷെ തന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നില്ല എങ്കിൽ, നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം വളരെ നല്ല രീതിയിൽ പെരുമാറിയാലും അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവൻ നല്ലവനല്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഭർത്താക്കന്മാരുടെയൊക്കെ സ്വഭാവം എന്താ? ഭാര്യയെ തന്റെ അടിമയെ പോലെ കാണുന്ന ഭർത്താക്കന്മാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയ ഡയലോഗ് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. പലപ്പോഴും ചെറിയൊരു പ്രശ്നം വരുമ്പോ ഭർത്താവ് പറയുന്നത് എന്താ? എന്റെ ചെലവിൽ കഴിഞ്ഞ് എന്റെ അന്നം തിന്ന് നീ എന്നെ ധിക്കരിക്കാനോ, എന്നോട് നീ തോന്നിവാസം പറയേ എന്നാണ് ഭർത്താക്കന്മാര് ചോദിക്കുന്നത്. എന്റെ ചെലവിൽ കഴിഞ്ഞ് എന്റെ അന്നം തിന്നിട്ട് നീ എന്നെ ധിക്കരിക്കുകയാണോ എന്നാണ് ഭാര്യമാരോട് ചെറിയൊരു പ്രശ്നം വരുമ്പോ പല ഭർത്താക്കന്മാരും കയർത്ത് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ,
നമ്മുടെ അന്നം തിന്നുന്നതും നമ്മുടെ കീഴിൽ കഴിയുന്നതും ഇവർ ആർക്ക് വേണ്ടിയാ? നാട്ടുകാർക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു കുടുംബത്തെ ഒഴിവാക്കി ഭർത്താവിനെ, ഒരു പുരുഷനെ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് കടന്നു വന്ന് നമ്മുടെ വീട്ടിൽ കഴിയുന്നത് ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയിട്ടാണ് അവർ പാചകം ചെയ്തു തരുന്നത്? 5 നേരവും 3 നേരവും കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ കൊതിക്കുന്ന, വളരെ സുഭിക്ഷിതമായ ഒരു ഹോട്ടലിലും ലഭിക്കാത്ത, എത്ര പൈസ കൊടുത്താലും ലഭിക്കാത്ത അത്രയും മനോഹരമായ സ്വാദിഷ്ടകരമായ ഭക്ഷണം ഒരുക്കി തരുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തു തരുന്നത്? അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിന് എന്റെ ചെലവിൽ കഴിയുന്ന നീ എന്നെങ്ങനെ പ്രയോഗിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, എത്ര പ്രയാസമുണ്ടെങ്കിലും, എത്ര ക്ഷീണമുണ്ടെങ്കിലും, അതിശക്തമായ പനി പിടിച്ച് തളർന്നു കിടക്കുന്നവളാണെങ്കിൽ പോലും എന്റെ ഭർത്താവ് പ്രയാസപ്പെടാൻ പാടില്ല, ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ പോകരുത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് കരുതി കഷ്ടപ്പെട്ടാലും ശരി എന്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കും എന്ന് കരുതി ആ ഭർത്താവിന്റെ വില മനസ്സിലാക്കി പാചകം ചെയ്തു തരുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, എത്ര ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരോട് അവരുണ്ടാക്കി തരുന്ന പാചകത്തിൽ, ഒരു ചായയിൽ അല്ലെങ്കിൽ ഒരു ജ്യൂസിൽ, അവൾ ഉണ്ടാക്കി തരുന്ന എന്തെങ്കിലും ഒരു അന്നപാനീയത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായി, ഒരു ഉപ്പിന്റെ കുറവുണ്ടായി എന്ന് പറഞ്ഞ് ഒരു ചോറ് അരി അല്പം വെന്തുപോയി എന്നതിന്റെ പേരിൽ ഭാര്യയെയും ഭാര്യയുടെ ഉമ്മയെയും ഉപ്പയെയും തെറി വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള എത്ര ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയല്ലേ നമ്മൾ പലപ്പോഴും ഭാര്യമാരോട് സംസാരിക്കുന്നത്? അള്ളാഹിന്റെ റസൂലിന്റെ ആ ഒരു സംഭവം കേൾക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം വന്നു എന്ന് കണ്ടപ്പോൾ ആ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അഗാധമായ ആ ഒരു ആഴം കാരണത്താൽ അവർക്ക് സഹിച്ചില്ല. അത് ആ സ്ത്രീയോടുള്ള ദേഷ്യമല്ല, അതിനപ്പുറം പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ ഭാഗമായിരുന്നു അത്. അതങ്ങനെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുമുണ്ട്. പ്രവാചകനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു അത് എന്നതാണ്. എന്താണ് സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും സംഭവം അറിയാം. ആ ഒരു പാത്രം പൊട്ടിത്തെറിപ്പിച്ചു, 2 കഷ്ണമായി എന്നാണ് ഹദീസ് പറയുന്നത്. അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഭർത്താക്കന്മാരാണ് അവിടെ പ്രവാചകന്റെ സ്ഥാനത്തുള്ളതെങ്കിൽ അവിടെ അടിയുടെയും ഇടിയുടെയും വെടിപൂരമായിരിക്കും പിന്നെ സംഭവിക്കുക, അല്ലേ? എത്ര ദേശത്തോടു കൂടി നമ്മുടെ ഭാര്യയോട് നമ്മൾ പെരുമാറും? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രവാചകനായ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പെരുമാറിയത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്ക് പോലും തിരിച്ച് സംസാരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. പ്രവാചകൻ ഒരു കുട്ടിയെ പോലെ വിനയത്തോടുകൂടി ആ പാത്രത്വം എടുത്ത് അതിനെ ചേർത്ത് വെച്ച് ആ ഭക്ഷണപാനീയം അതിലേക്ക് ഇടുന്ന വല്ലാത്ത ഒരു രംഗമാണ്. വികാര നിർഭരമായ, സ്നേഹം തുളമ്പുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മാതൃക തിളങ്ങുന്ന ഒരു ചരിത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കുന്നത്? എത്ര രൂക്ഷമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്? നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, പല ഭർത്താക്കന്മാരുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? അടിയാണ്. അടി കഴിഞ്ഞിട്ടാണ്, അവരുടെ മുഖത്തേക്കുള്ള അതിശക്തമായ അടി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് നമ്മൾ കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ പുരുഷന്മാർക്കാണ് ആധിപത്യം എന്ന ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. പുരുഷന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അനുസരണക്കേട്, ആ രൂപത്തിലുള്ള അനുസരണക്കേട് ഉണ്ടാകും എന്ന് ആശങ്കപ്പെടുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ചെന്ന് അടിക്കാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇദൂഹുന്ന, നിങ്ങൾ അവരെ ഉപദേശിക്കണമെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? ഉപദേശിക്കുക എന്നതാണ്. വഹ്ജുറുഹുന്ന ഫിൽ മളാജി, ഉപദേശം കേൾക്കുന്നില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല, മാറുന്നില്ലെങ്കിൽ പിന്നെ അടിക്കാനല്ല പറഞ്ഞത്. അവരോട് നിങ്ങൾ അവരുമായി കിടപ്പറയിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്നാണ്. അതിലൂടെ അവർക്ക് ഒരു പക്ഷെ മനമാറ്റം ഉണ്ടാവും, അവർക്ക് വിഷമമുണ്ടാകും, ആ ബന്ധം അടുത്ത് നിൽക്കാൻ അത് കാരണമാകും എന്നതാണ്. എന്നിട്ടാണ് പറഞ്ഞത്, മൂന്നാമത്തെ ഓപ്ഷനായിട്ടാണ് അള്ളാഹു പറഞ്ഞത്, വദ്രിബൂഹുന്ന, നിങ്ങൾ അവരെ അടിക്കുക എന്നാണ്. ഇതിലൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ വളരെ കൂടുതൽ അവർക്ക് പ്രയാസമാകാത്ത രൂപത്തിലുള്ള, അവർക്ക് ആ ചെയ്ത തെറ്റിനെ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു അടി കൊടുക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഫൈൻ അതഅനകും, അതിലൂടെ അവർ ശരിയായി നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? ഫലാ തബ്ഗു അലൈഹിന്ന സബീല, പിന്നെ അവരുടെ വിഷയത്തിൽ ഒരു നടപടിയും എടുക്കാൻ പാടില്ല, പിന്നെ കഴിഞ്ഞതിനെ സംസാരിക്കാൻ പാടില്ല, അതോടുകൂടി എല്ലാം നിർത്തിവെക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവർ, എത്ര കൃത്യമായ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉത്തരവാദിത്വം ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ എല്ലാ പ്രശ്നത്തിനുള്ള അടിസ്ഥാന കാരണം. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്. മാത്രവുമല്ല, പലപ്പോഴും ഭർത്താക്കന്മാർ
ഭാര്യമാർ തനിക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അത് ആഗ്രഹിക്കാത്ത ഏത് ഭർത്താവാ ഉള്ളത്? അത് ഭാര്യമാർ ചെയ്യുകയും വേണം. അത് ഇല്ലാതെ പോകുമ്പോഴാണ് മറ്റുള്ള അന്യരുടെ മുഖത്ത് നോക്കി അവരുടെ സൗന്ദര്യം നോക്കി ഭർത്താക്കന്മാർ ആസ്വദിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. സ്ത്രീകൾ എന്ത് ചെയ്യണം? ഭാര്യമാർ ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെയും അവരുടെ ഔറത്ത് വെളിവാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താക്കന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഹലാലായ ഏത് വസ്ത്രവിധാനവും സ്വീകരിക്കാം. അങ്ങനെ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അത് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ഭാര്യമാർക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഭർത്താക്കന്മാരായ നമ്മളും എന്ത് ചെയ്യണം? അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, പല പുരുഷന്മാരും ഇന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. ജോലിക്കൊക്കെ പോയിട്ട് വന്ന് വേർത്ത് കുളിച്ചു ആ രൂപത്തിൽ വല്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ടാവും. നേരെ വന്ന് ഭാര്യയുമായിട്ട് തന്റെ ആവശ്യം പൂർത്തീകരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഅതസയ്യനു ലിംറഅതി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങുമായിരുന്നു. കമാ തതസയ്യനു ലി, അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഏത് വസ്ത്രമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് എപ്പോഴും നമ്മുടെ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് കാണുന്നതായിരിക്കൂല ഇഷ്ടമുണ്ടാവുന്നത്. ഇസ്ലാം അനുവദിച്ച തന്നെ ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ടാവും. ഭർത്താക്കന്മാരത് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറയുകയാണ്. എന്നിട്ടോ ഞാൻ എന്ത് ചെയ്യും? ഭാര്യ എനിക്ക് അണിഞ്ഞൊരുങ്ങുന്നത് പോലെ ഞാൻ അവൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നതാണ്. രണ്ടാമതായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച പലപ്പോഴും നമ്മിൽ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതിന്റെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം, ഇദാ ഖദിമ അഹദുക്കും ലൈലൻ, നിങ്ങളിൽ ഒരാൾ രാത്രിയിൽ തന്റെ ഭാര്യയുടെ അരികിലേക്ക് കടന്നു വരുമ്പോ ഫലാ യഅതിയന്ന അഹ്ലഹു തുറൂഖ എന്നാണ്. ഭാര്യയുടെ അരികിലേക്ക് ഒരു അശ്രദ്ധയോടുകൂടി, വൃത്തിയാവാതെ, ഒരു മുന്നറിയിപ്പില്ലാതെ, നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സർപ്രൈസ് ആക്കുന്ന ഒരു കാലമാണ്, അല്ലെ? ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ അരികിലേക്ക് വരുന്നത് സർപ്രൈസ് ആയിട്ടാണ്. ഭാര്യയെ ഒരു അറിയിപ്പ് കൊടുക്കാതെയാണ് വരുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. അതിന്റെ കാരണവും പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ തസ്തഹിദ്ദൽ മുഗീബത വതംതശിത ശൈസ, കാരണം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങേണ്ട സമയം കൊടുക്കണം എന്നാണ്. ഭർത്താവ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യ അണിഞ്ഞൊരുങ്ങണം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞാലല്ലേ മനസ്സിലാവും. നമ്മൾ പറയാതെ സർപ്രൈസ് ആയിട്ട് വന്ന ചിലപ്പോൾ ഭാര്യ വേർത്തൊലിച്ചിട്ട് എന്തെങ്കിലും പണിയിലായിരിക്കും. നമ്മൾ നേരെ ആ രൂപത്തിൽ ഭാര്യയെ സമീപിച്ചാൽ അത് നമുക്കും അറുപ്പാവും അവർക്കും അറുപ്പാവും. ആ ബന്ധം അതോടുകൂടി മോശമാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വരെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പോകരുതെന്നാണ്. നല്ല മുന്നറിയിപ്പോടുകൂടി നേരത്തെ തന്നെ അറിയിച്ച് അങ്ങനെ വൃത്തിയായി ആ രൂപത്തിൽ ഒരു നല്ല ഒരു മാന്യതയോടുകൂടി നിങ്ങളുടെ ഭാര്യയുടെ അരികിലേക്ക് പ്രവേശിക്കണം എന്നാണ് സർപ്രൈസ് ഒക്കെ ആക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്നതാണ്. അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. എന്നൊക്കെ വന്നാലും ശരി, ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രശ്നമില്ലാത്ത ഒരാളുണ്ടാവില്ല. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇല്ല നമ്മള് അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ, പ്രത്യേകിച്ചും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതി ഉണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അലി റളിയല്ലാഹുവിന്റെ ഒരു സംഭവമുണ്ട്. വല്ലാത്ത ഗുണപാഠം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഒരു മരത്തിൽ ധാരാളം കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നിരവധി ഗുണപാഠങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു തമ്മിലുള്ള ഒരു സംഭവം. നമ്മളൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. എന്താണ് വിഷയം? അലി റളിയല്ലാഹു അൻഹു തമ്മിലും ഫാത്തിമ റളിയല്ലാഹു അൻഹ തമ്മിലും ചെറിയൊരു പിണക്കുണ്ടായി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വരുമ്പോ അലി റളിയല്ലാഹുവിനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലി എവിടെ? നിന്റെ ഭർത്താവ് എവിടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? ഭാര്യമാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്കും എന്റെ ഭർത്താവിനിടയിൽ ചെറിയ ഒരു പിണക്കമുണ്ടായി എന്നാണ് പറയുന്നത്. ബൈനി വ ബൈന ഉശൈ എന്നാണ് ഹദീസിന്റെ പ്രയോഗം. എനിക്കും എന്റെ ഭർത്താവിനിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നാണ്. ആ പിണക്കം എന്താണെന്ന് ആരോട് പറയുന്നില്ല. സ്വന്തം ഉപ്പയായ എന്തു പ്രശ്നത്തിനും പരിഹാരം നൽകാൻ ഏറ്റവും ശക്തനായ പ്രവാചകനായ തന്റെ ഉപ്പയോട്
തന്റെയും ഭർത്താവിന്റെയും ഇടയിൽ നടന്ന ആ പ്രശ്നം പറയുന്നില്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. ചെറിയ പിണക്കുണ്ടായി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ ഒരു പാഠം ഈ സംഭവത്തിലുള്ള. എന്താണ്? ഒന്ന്, സൗന്ദര്യ പിണക്കം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും എന്നതിനുള്ള ഉദാഹരണമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത്തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ തന്റെ അടുത്തയാളുകളോട് പോലും, തന്റെ ഉപ്പയോടാണെങ്കിലും ഉമ്മയോടാണെങ്കിലും ഇത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് പറയാൻ പാടില്ല, ചെറിയ പ്രശ്നങ്ങളൊന്നും പറയാൻ പാടില്ല എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. മാത്രമല്ല, അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാവട്ടെ അങ്ങോട്ട് പ്രവാചകൻ ചോദിക്കുന്നില്ല എന്താണ് പ്രശ്നം. എനിക്കും അലി റളിയല്ലാഹുവിന്റെ ഇടയിൽ ഭർത്താവിനോട് ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇന്ന് പല കുടുംബത്തിലും ആളുകൾ എന്തായിരിക്കും ചെയ്യുക? അല്ലെങ്കിൽ കാരണവന്മാർ എന്തായിരിക്കും ചെയ്യുക? ആ പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ തോണ്ടി നോക്കും, ചോദിക്കാൻ നിൽക്കും, അല്ലെ? ചെറിയ പ്രശ്നമായിരിക്കും. ചിലപ്പോ ബെഡ്റൂമിൽ നിന്ന് ഭാര്യ ഇങ്ങനെ മുഖം ഇങ്ങനെ ഒരു കരയുന്ന രൂപത്തിൽ, വളരെ സങ്കടാത്മകരമായ രൂപത്തിൽ ചിലപ്പോൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തു വരുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം ചോദിച്ച് അമ്മായിയമ്മക്കെല്ലാം അറിയണം. എന്താ പ്രശ്നം? എന്റെ മുഖം എന്തെങ്ങനെ വാടി നിൽക്കുന്നത്? ആരാ തുടങ്ങിയത്? എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ വെറുതെ ചോദിക്കുന്ന സ്വഭാവം, അതൊന്നും ശരിയല്ല എന്നാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണവന്മാർ ചോദ്യം ചെയ്യരുത്, അതിനൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം എന്നതിനും ഈ സംഭവത്തിൽ വലിയ പാടുണ്ട്. ഒരുമിച്ച് ഒരു കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒക്കെ ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ വീട്ടിലൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചോദിക്കാൻ നിൽക്കരുതെന്നാണ്. എല്ലാ പ്രശ്നങ്ങളും ചോദിക്കാൻ നിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് അല്ലെങ്കിൽ ഫാത്തിമയോട് ചോദിക്കുന്നില്ല പ്രശ്നം. അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അപ്പോഴും പ്രവാചകൻ ചോദിക്കുന്നില്ല, അലിയെ എന്ത് സംഭവിച്ചു? ഭാര്യയോട് പിണക്കമാണല്ലോ, ആരാ ആദ്യം തുടങ്ങിയത്? എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നില്ല. കാരണം അത് സൗന്ദര്യ പിണക്കമാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വാഭാവികമാണെന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വീട്ടുകാരെന്ത് ചെയ്യരുത്, ചോദിച്ച് നടക്കരുതെന്നാണ്. അത് വിവേകമല്ല എന്ന ഒരു പാഠം കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രല്ല, അലി റളിയല്ലാഹു അൻഹു പറയുന്നില്ല പ്രവാചകനോട്, നിങ്ങളുടെ മകളായ ഫാത്തിമ എന്നെ പ്രയാസപ്പെടുത്തി കരയിപ്പിച്ചു എന്ന് പറയുന്നില്ല, അനുസരണക്കേട് കാട്ടി ഒന്നും പറയുന്നില്ല. ഒന്നും പറയാത്ത അവരുടെ ആ ഒരു പ്രശ്നത്തെ അവർക്കിടയിൽ ഒതുക്കി വെക്കുന്ന വല്ലാത്ത ഒരു മാതൃകയാണ് കാണുന്നത്. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു പള്ളിയിലായിരുന്നു പ്രവേശിക്കുന്ന സമയത്തുണ്ടായത്. അവിടെ മണലിലൂടെ കടന്നതിന്റെ പാടുകൾ അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയും അങ്ങനെ വസ്ത്രം കുടഞ്ഞ് കും അബാ തുറാബ് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന വല്ലാത്ത മനോഹരമായ ഒരു രംഗമാണ് ആ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവർ, അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ധാരാളം പരിഹാരങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, സ്വഹാബത്ത് കാണിച്ചു തന്ന ഇത്തരം മാതൃകകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ യാതൊരു കൗൺസിലിംഗ് സെന്ററിൽ പോയി നമ്മുടെ പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഡോക്ടറോടും പോയി നമ്മുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ പറഞ്ഞ് കരഞ്ഞ് അവരോട് ചികിത്സ തേടേണ്ട ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളെ ഓരോരുത്തരും അവരുടെ ബാധ്യതകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് കുടുംബസമേതം ദീന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. സംഭവിക്കുന്നത് എന്താണ്? ഭർത്താവ് ചിലപ്പോൾ ഒക്കെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് നന്നാവും തീരുമാനിച്ചിട്ടുണ്ടാവും, നാളെ മുതൽ ഞാൻ നല്ല ഭർത്താവായിട്ട് ജീവിക്കും. പക്ഷെ ഭാര്യക്ക് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവൂലേ? ഇത് ഭാര്യക്ക് മനസ്സിലാവണ്ടേ? പിന്നെ എന്തായിരിക്കും ചെയ്യുക? ഭർത്താവ് നേരെ പോയിട്ട് ഭാര്യയോട് ചിലപ്പോൾ പറയും, ഹദീസൊക്കെ പറയും, ചിലപ്പോൾ ഇവിടെ പഠിച്ച ഹദീസൊക്കെ പറയും, സുജൂദ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നല്ലപോലെ അനുസരിച്ചു എന്നൊക്കെ ആയിരിക്കും പറയാം. ഭർത്താവ് പറഞ്ഞാൽ ഒരിക്കലും ഭാര്യ ഉൾക്കൊള്ളൂല, മറിച്ച് അത് മറ്റുള്ള പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാലേ ഭാര്യ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഭാര്യക്കും ഭർത്താവിന് രണ്ടാൾക്കും ഉത്തരവാദിത്വം മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവർ, ഒരുമിച്ച് കുടുംബസമേതം ദീന് പഠിക്കുന്ന ഇത്തരം സദസ്സുകളെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഹോട്ടലുകളിൽ ഒരുമിച്ച് പോകാറില്ലേ? നല്ല വൈബുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയോടൊപ്പവും ഭർത്താവിനോടൊപ്പവും കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം നമ്മൾ പോകാറില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അള്ളാഹിന്റെ ദീന് പഠിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം സദസ്സുകളിലേക്ക്, ഖുതുബകളിലേക്ക്, വിജ്ഞാന വേദികളിലേക്ക് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ദീൻ പഠിക്കാം എന്ന് കരുതിക്കൊണ്ട് നമ്മളിൽ എത്ര ആളുകൾ പോകാറുണ്ട്? അത്തരം അവസരങ്ങളെ നമ്മൾ എന്തുമാത്രം ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന് ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കുടുംബം മൊത്തം ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. സൂറത്തുൽ യാസീനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ, അവരും അവരുടെ ഇണകളും തണൽ വിരിച്ച ആ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും എന്ന് സ്വർഗത്തിലെ വല്ലാത്ത ഒരു രംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ചാരിയിരിക്കുന്നത് എപ്പോഴും മനസ്സിന് റാഹത്തുണ്ടാവുമ്പോഴാണ്. സ്വർഗത്തിൽ ആ ഒരു രംഗമുണ്ട് എന്നതാണ്. അപ്പൊ നമ്മുടെ ഇണകളോടൊപ്പം സ്വർഗത്തിൽ നമ്മുടെ മക്കളോടൊപ്പം ചാരിയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബത്തോടൊപ്പം
ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ദീന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ഭർത്താവ് പള്ളിയിലേക്ക് പോകുന്നു, കുട്ടിയെ കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് ദീൻ പഠിക്കാൻ പോകുന്നു, ഭാര്യയ്ക്ക് ഇതൊന്നും ബാധകമില്ല, ഭാര്യ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് വന്നാൽ അവർക്ക് അവരുടെ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാകാതെ പോകും, അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും. അങ്ങനെ ആ ദാമ്പത്യ ജീവിതത്തിൽ തകരാറ് സംഭവിക്കും. അപ്പോൾ രണ്ടുപേർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായാൽ മാത്രമേ ഇപ്പറഞ്ഞതുപോലെയുള്ള വളരെ സുഖകരമായ സന്തോഷകരമായ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ ഒരു സുദൃഢമായ ബന്ധത്തോടുകൂടി ഈ ജീവിതത്തെ തള്ളി നീക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനുമായി അടുത്തുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഓരോ പുരുഷന്മാരും കുടുംബത്തോടൊപ്പം ദീന് പഠിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.